എന്നിട്ട് മാങ്ങ പൂളിയിട്ട് മാങ്ങ പൂളിയിലേട്ടാ. ഞാൻ മറ്റേ പോലത്തെ മാങ്ങ ഒന്ന് കഴിക്കെടുത്ത്. ഇത് വെട്ടാ ഇങ്ങനെ എടുത്തതാ. തേങ്ങണ മാങ്ങയാണ്. മാങ്ങ ഇങ്ങനെ പൂളി എടുക്കാൻ നോക്കിയത്. ഇത് ചെറു സ്ലിപ്പായി കൈ ജസ്റ്റ് ഒന്ന് കയറി. വലത്തേക്കായന ഇടത്തേക്കായാണ്. നീ ഇപ്പൊ ഇടത്തേക്കായാണ് കാണിച്ചത്. അതന്നെ മാങ്ങ ഈ കയ്യില്, കത്തി ഈ കയ്യില്. ചെറിയ മുറിവായിരുന്നു. ചോര ഒന്നറിയോ. അമ്മയൊക്കെ ഒരു വിളിയോട് വിളി. മെമ്പറൊക്കെ വന്നിരുന്നു. അറിയുന്ന അവരെല്ലായിടത്തും കയറി ബലിക്കാക്കി. പിന്നെ അമ്മ പോയി അപ്പുറത്ത് നിന്ന് സതീഷന്റെ ഓട്ടോ ഒക്കെ വിളിച്ചോട് വന്നു. നിക്ക് സതീഷന്റെ ഓട്ടോ 2 ആഴ്ചയായിട്ട് വർക്ക്ഷോപ്പിലാണല്ലോ. അല്ല, ഞാൻ അറിഞ്ഞത് നീ ആംബുലൻസിന് പോയെന്നല്ല. ആംബുലൻസിൽ തന്നെ പോയി. ഓട്ടോ വിളിക്കാൻ പോയി, ഓട്ടോ ഇല്ല ആംബുലൻസിൽ. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കയറി. അപ്പൊ തന്നെ വരുന്ന ചേട്ടി വിട്ടവര്. അപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ. അപ്പൊ തന്നെ പറഞ്ഞു. ബീൻ ഉണ്ടായിരുന്നില്ല അവിടെ? അവിടെ കാഷ്വാലിറ്റിയിലുണ്ട്. ചോദിച്ചവള് ഇതെന്ത് പറ്റിന്നൊക്കെ ചോദിച്ച. ചെറിയ മുറിവ്. ഹോസ്പിറ്റൽ പോലീസിനെയൊക്കെ വിളിച്ച്. പോലീസുകാർക്ക് വന്നോ? ആത്മഹത്യ എന്തൊക്കെയോ പറയാം. മാങ്ങ പുളിയനൊക്കെ എന്തോ കേസ് എടുക്കുക. കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം അല്ലാത്തത്? ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കണ്ടേ ചേട്ടാ. ഇഷ്ടമുള്ളതൊന്നും കിട്ടിയുമില്ല. കിട്ടിയിരുന്നിരുന്നു അടുത്ത്. വീട്ടുകാരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്കും അടുത്താണ്. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കൈന്ന് പോയത്. എടാ, ഇനി സാര കാര്യത്തിനാണ് നീ കൈ മുറിച്ചത്. എടാ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരം മൊത്തം വരേണ്ടേ? എടാ, നീ എന്തെങ്കിലും പക്ഷെ അവർ എന്നെ നോക്കിയാൽ പോരെ? എടാ, എനിക്ക് ജോലിയുണ്ടാ, പെണ്ണുണ്ടാ? എടാ, തലയിൽ മുടി വരയില്ല എനിക്ക്. ഇനി പെണ്ണ് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോഴാണ് എടാ, ഈ സിനിമ കാണാനും വെള്ളം അടിക്കാനും സിഗരറ്റ് വലിക്കാനും മാത്രമല്ല കൂട്ടുകാർ. എന്തെങ്കിലും ആണെങ്കിൽ വിളിക്കണം, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇതുവരെ കൈ മുറിച്ച് തൊലിനൂത്തിരിക്കണേ വന്നേ. ഇനി എനിക്ക് ടെൻഷനായി. ഇവരെ ചടച്ചു കാണാവോ.